നമസ്കാരം. ഇറാന് മേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇപ്പോൾ എത്ര ദിവസത്തെ പ്രായമുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഓർത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ആ യുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആക്രമണങ്ങളെക്കുറിച്ചോ വലിയ ചർച്ചകളൊന്നും ഒരു മുഖ്യധാരാ മാധ്യമത്തിലും നടക്കാറില്ല. അമേരിക്കയുടെ ഓരോ ദിവസത്തെ അവകാശവാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ അത് നിരസിച്ചു എന്നുള്ളതെല്ലാം വിട്ടുകഴിഞ്ഞാൽ ആ ആക്രമണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരേ ഒരു വസ്തുത ഇപ്പോൾ അമേരിക്കയും ഇറാനും നേരിട്ടാണ് തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ അത് ആ യുദ്ധഭൂമിയിൽ നിന്ന് ഒരല്പം പിൻവലിഞ്ഞ രീതിയിലാണ്. കാരണം അവരവരുടെ ശ്രദ്ധ ലെബനനിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഹിസ്ബുള്ളയ്ക്ക് ഒരു സമാധാന കരാർ അവർ ഹിസ്ബുള്ളയ്ക്ക് നേരെ വെച്ച് നീട്ടി. ഹിസ്ബുള്ള അത് നിരസിച്ചു എന്നൊക്കെ നമ്മുടെ മാധ്യമവും തേജസ്സും സുപ്രഭാതവും ഒക്കെ വലിയ ആവേശത്തോടു കൂടി എഴുതുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാതെ ഹമാസിനെ എങ്ങനെ അവസാനിപ്പിച്ചോ അത്തരത്തിൽ തന്നെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാതെ ഈ ഒരു ഓപ്പറേഷൻ അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രായേലും. അമേരിക്ക ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, മിനിഞ്ഞാന്നുള്ള ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങളായി തന്നെ നിലനിൽക്കും. അങ്ങനെ ഇസ്രായേൽ തൽക്കാലം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നൊരല്പം പിൻവാങ്ങിയ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലെബനനിലേക്ക് അവരുടെ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും നേരിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. യുദ്ധമെന്ന് പറയുവാൻ സാധിക്കില്ല. ഇറാൻ്റെ ഭീകരാക്രമണം, അമേരിക്കയുടെ ആക്രമണം എന്ന് വേണം പറയാൻ. കാരണം ഇറാൻ്റെ ഭാഗത്ത് അമേരിക്കയെ ആക്രമിക്കുവാനുള്ള ഒരു സൈനിക ശക്തിയോ ആയുധ ശക്തിയോ ഇല്ല. അമേരിക്കയെ ആക്രമിക്കുക എന്ന് ഞാൻ പറയുന്നത് അമേരിക്ക എന്ന രാജ്യത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനുള്ളത്. അവരുടെ സൈനിക താവളങ്ങളിലെല്ലാം ഇക്കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ അവരൊരു ആക്രമണം നടത്തി. അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു. അമേരിക്ക ഇതിൽ നല്ല ശക്തിയും ഇറാൻ തീയ ശക്തിയും അല്ലെങ്കിൽ ദുഷ്ടശക്തിയുമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ചത് ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അമേരിക്ക ആ യുദ്ധത്തിൽ ഇടപെട്ടത് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷി ആയതുകൊണ്ടും കൂടാതെ അതിനോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ലഭിക്കാവുന്ന ഭൗമ സമ്പത്തുകളെ കണ്ണുവെച്ചുമാണ്. അതിൽ സംശയമൊന്നും വേണ്ട. അമേരിക്ക എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അവരുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതാണ് ശരി. നമ്മുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നാം, ഒരു ധാർമ്മികതയില്ല എന്നൊക്കെ തോന്നാം. പക്ഷേ ആത്യന്തികമായി സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഗുണത്തിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ക്രമമാണ്, ഒരു നടപടിക്രമമാണ്. ലോകം മുന്നോട്ട് പോകുവാനുള്ളൊരു പ്രധാന പ്രവർത്തന രീതിയുമാണ്. അത് പ്രേക്ഷകർ മനസ്സിലാക്കുക. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. പ്രായോഗിക ലോക നടപടിക്രമം അതുതന്നെയാണ്. ഒരു ബഹുരാഷ്ട്രം രീതി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു വിധത്തിൽ ദേശീയ മാധ്യമങ്ങളിലും നടക്കുന്നില്ല, ലോകമൊട്ടാകെയുള്ള രാജ്യങ്ങളിലും നടക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ചും ഡൊണാൾഡ് ട്രംപിനെ എതിർത്തുമുള്ള ചില വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ ചില ശക്തികളോ തമ്മിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നുള്ളതിനപ്പുറം ഇറാൻ്റെ മേൽ നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ചർച്ചാ വിഷയങ്ങളെ ആകുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആത്യന്തികമായി ഇറാൻ ഇപ്പോൾ ഇറാഖ് എങ്ങനെയാണോ ഒരു പ്രത്യേക അധപ്പതനത്തിലേക്ക് പോയത് ആ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് സദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കി ഇറാനിൽ ആകപ്പാടെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് അവിടെ തങ്ങൾക്ക് വേണ്ട ഭൗമസമ്പത്തുകളെല്ലാം കവർന്നെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ രീതിയിലുള്ള സാമ്പത്തിക ലാഭമുണ്ടാക്കി നിരവധി മേഖലകളിൽ ലാഭം കൊയ്ത് അമേരിക്ക ഏതാണ്ട് ഇപ്പോൾ ഇറാഖിനെ ഉപേക്ഷിച്ച മട്ടാണ്. ഇറാനെയും അത്തരത്തിലൊരു ബിന്ദുവിലേക്ക് കൊണ്ടുപോകുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്ക ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, ഡൊണാൾഡ് ട്രംപ് അല്ല. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ സ്വന്തം മേന്മയോ ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന, തൻ്റെ അവസാനത്തെ ഊഴമാണിത് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. ഈ അമേരിക്കയിൽ ആര് ഭരിച്ചാലും അമേരിക്കയുടെ ഒരു ഭരണക്രമത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ദീർഘകാല ഒരു പോളിസികളുണ്ടല്ലോ, ഒരു ദീർഘകാലത്തേക്കുള്ള പോളിസികൾ അമേരിക്കയുടെ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ അവർ ഇടപെടാറില്ല.
ഒരു ലോകരാഷ്ട്രങ്ങളോടുള്ള ഇടപെടലുകൾ, അമേരിക്കയുടെ ഒരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ കെട്ടുറപ്പ്, ഇതെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖകളായി സൃഷ്ടിച്ച്, രഹസ്യ മാർഗരേഖകളാണ്, ഇതൊന്നും പരസ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളായിരിക്കില്ല, സൃഷ്ടിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. അതിൽ CIA ഉണ്ട്, FBI ഉൾപ്പെട്ടവരുണ്ട്, NSA ഉൾപ്പെട്ടവരുണ്ട്, നിരവധി സമ്പന്നരായിട്ടുള്ള വ്യവസായികളുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഘമെന്ന് പറയുമ്പോൾ ഇല്യൂമിനാറ്റി ആണെന്ന് ധരിക്കരുത്. അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഓരോ യുദ്ധത്തെയും സമീപിക്കുന്നത്. അത് യുക്രൈൻ യുദ്ധമാകട്ടെ, അതിന് മുൻപുണ്ടായിട്ടുള്ള ഇറാഖ് യുദ്ധമാകട്ടെ, ഇപ്പോഴുള്ള ഇറാൻ യുദ്ധമാകട്ടെ, എന്തിന് ലെബണൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി ഉണ്ടാകും അമേരിക്കയുടെ നന്മയെ പ്രതി. അമേരിക്കയുടെ നന്മ എന്ന് ഞാൻ പറയുമ്പോൾ അമേരിക്കയുടെ ജനങ്ങളുടെ നന്മയാണ് എന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. അമേരിക്കയുടെ ഒരു സാമ്പത്തികമായ കെട്ടുറപ്പ്, ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യമായി അമേരിക്ക എക്കാലത്തും നിലനിൽക്കുക, ഇത്തരത്തിലുള്ള വിവിധോദ്ദേശ പദ്ധതികളാണ് അവരുടെ മുൻപിലുള്ളത്, അതും ദീർഘകാലാടിസ്ഥാനത്തിൽ. അത്തരത്തിലുള്ള പദ്ധതികളുടെ നടപ്പാക്കലുകൾക്ക് വേണ്ടിയിട്ടാണ് അവരിത്തരത്തിലുള്ള യുദ്ധങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളുടെ എല്ലാം ഒരു സമാനമായ രീതി ഒന്ന് പരിശോധിച്ചാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു വസ്തുത ബോധ്യമാണ്. കാരണം ഉക്രൈൻ യുദ്ധം തുടങ്ങി, യുക്രൈനിൻ്റെ മേൽ റഷ്യ ആക്രമണങ്ങൾ നടത്തുന്നു, തിരിച്ച് ഇറാൻ ഇപ്പോൾ നടത്തുന്നത് പോലുള്ള ചാവേർ ആക്രമണങ്ങൾ ഉക്രൈനും റഷ്യയുടെ മേൽ ഇടയ്ക്കിടെ നടത്തുന്നു. ആ യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ വലിയ വിലാപങ്ങളും ബഹളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒടുവിലെന്തായി? ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉക്രൈൻ റഷ്യ യുദ്ധം എന്നുള്ളത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമേ അല്ല. അതുപോലെ തന്നെയാണ് ഇറാൻ അമേരിക്ക യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? പുടിനുമുണ്ട് സെലൻസ്കിയുമുണ്ട്. ഇരുവരും അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഏറെക്കുറെ നേടിയെടുത്തു. അമേരിക്കയ്ക്ക് എവിടെ നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ എപ്പോഴും കട്ട് യുവർ ലോസസ് ആൻഡ് മൂവ് ഓൺ എന്നുള്ളൊരു നടപടിയും സ്വീകരിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി പൊളിഞ്ഞു പോയാൽ അതിൽ പിന്നെ കടിച്ചു തൂങ്ങി അവർ നിൽക്കാറില്ല. അവരത് ഉപേക്ഷിച്ച് അടുത്തതിലേക്ക് പോകും. അഫ്ഗാനിസ്ഥാൻ ആത്യന്തികമായി ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്കൊരു നഷ്ടക്കച്ചവടമായിരുന്നു. അതുകൊണ്ടാണ് രാത്രിക്ക് രാത്രി അവിടുന്ന് ജീവനും കൊണ്ട് ഓടുന്നു എന്നുള്ള പ്രതീതി ലോകത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കേണ്ടി വന്നാൽ പോലും ഒറ്റയടിക്ക് അവർ അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാക്കി അവർ അവശേഷിപ്പിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ ബാധ്യതയേ അല്ല, അവർ തിരിഞ്ഞു നോക്കാറില്ല. അതൊരു ക്രൂരതയാണ്, ധാർമ്മികത അല്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് താത്വികമായി അവലോകനം ചെയ്ത് പറയാം, വിമർശിക്കാം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അതാണ് അവരുടെ നന്മ. അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചുവടുവെപ്പെന്ന് പറയുന്നത് ആ സമയത്ത് അതാണെങ്കിൽ അവരത് ചെയ്തിരിക്കും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമല്ല. ആ രീതിയിലേക്കാണ് അവർ ഇറാനെയും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ചോദിക്കാം, ഇറാഖിലെ പോലെ ആരെയും സ്ഥാനഭ്രഷ്ടരാക്കിയിട്ടില്ലല്ലോ. സ്ഥാനഭ്രഷ്ടരാക്കാൻ ആരാ ഉള്ളത് ഇപ്പോൾ ഇറാനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രതീതിയാണ് റിപ്പബ്ലിക് ഗാർഡ്സ് IRGC സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഭരണമല്ല നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് സൈനികമായ നീക്കങ്ങളുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതും സൈനികമായ നീക്കങ്ങളെന്ന് പറയുന്നത് ആത്യന്തികമായി ഇപ്പോൾ ചെറിയ ചെറിയ ഭീകരാക്രമണങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതും അവരുടെ ചുറ്റുമുള്ള അവരുടെ സഖ്യകക്ഷികളായിരുന്ന അല്ലെങ്കിൽ അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലായിരുന്ന പല ഗൾഫ് രാജ്യങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും തന്നെയാണ് അവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരും. നയതന്ത്രപരമായി കുവൈറ്റിനെ പോലുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് അവസാനമായി പുറത്തു വരുന്ന വിവരങ്ങൾ. അത് സത്യം തന്നെയാണ്. ഇന്നത്തോടുകൂടി UAE ഇപ്പോഴേ ഇറാനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സൗദി രഹസ്യമായി അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാതെ, ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ഗാർഡുകളെയെങ്കിലും പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം നിർത്തരുതെന്നുള്ളതാണ്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് കുവൈറ്റും കൂടി ചേരുകയാണ്. ഈ 3 പേരും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ പക്ഷത്താകെയുള്ളത് ഖത്തറാണ്. ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖത്തറിനെ പ്രതി ഗൾഫ് മേഖലയിലൊട്ടാകെ എല്ലാ രാജ്യങ്ങൾക്കും, അതായത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഖത്തറിനെ പ്രതി അത്ര നല്ല തോന്നലുകളല്ല ഉള്ളത്, അല്ലെങ്കിൽ ഒരു നല്ല ധാരണയല്ല ഉള്ളത്. ഖത്തർ എന്ന് പറയുന്നത് ഏത് സമയത്തും ചതിക്കുഴികൾ ഒരുക്കാവുന്ന ഒരു ചതിയൻ രാഷ്ട്രമാണ് എന്നുള്ളതാണ് അറബ് രാഷ്ട്രങ്ങൾ, അതിൽ പ്രത്യേകിച്ച് സൗദിയും UAEയും കുവൈറ്റും വെച്ച് പുലർത്തുന്ന ഒരു ധാരണ. ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പരിണാമം എങ്ങനെയാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുവാൻ സാധിക്കില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഇപ്പോൾ
ഇറാഖ് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്കാണ് ഇറാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇറാഖിനേക്കാളും വളരെയധികം പൗരാണികമായ ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതും ഭാരതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സാംസ്കാരിക പൈതൃകം. ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ആ പഴയ പൗരാണിക ബന്ധത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിച്ച് അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാര്യമേ അല്ല ഞാൻ പറയുന്നത്, ആവർത്തിച്ച് പറയുന്നു. ഒരു വളരെ പൗരാണികമായിട്ടുള്ള ഒരു ബന്ധം ഭാരതവുമായി ഉള്ളൊരു രാജ്യമാണ് ഇറാൻ. അതുമാത്രമാണ് ഇതിൽ ദൗർഭാഗ്യകരവും സങ്കടകരവുമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പതനത്തിലുള്ള ഒരു അനുതാപ പ്രകടനമല്ലിത്. പക്ഷേ ആത്യന്തികമായി ഇറാൻ്റെ ഒരു സഞ്ചാരം ഇപ്പോൾ ഇറാഖ് ഏത് ദിശയിലാണോ അല്ലെങ്കിൽ ഏത് ബിന്ദുവിലാണോ നിലനിൽക്കുന്നത് ആ ബിന്ദുവിലേക്ക് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പ്രകടമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന കാര്യങ്ങളും രാഷ്ട്രീയ സൈനിക വിദഗ്ധന്മാരുമായിട്ടുള്ള ചർച്ചയിൽ, ഹ്രസ്വമായ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ആ ഒരു പരിണാമത്തിലേക്കാണ്. എന്തായിരിക്കും ആ പരിണാമത്തിൻ്റെ അവസാനത്തിൽ ലോകക്രമത്തിലുണ്ടാകുന്ന മാറ്റമെന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ പ്രവാസികൾ ഉണ്ടാകാം, പ്രവാസികളായ ബന്ധുക്കളുണ്ടാകാം പ്രേക്ഷകർക്ക്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായും ഓരോരുത്തരും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.